മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ സ്വാമി ശാശ്വതികാനന്ദയുടെ സന്തത സഹചാരിയായിരുന്ന സാബു. ശാശ്വതികാനന്ദയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് സാബുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നായിരുന്നു മറുപടി. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നുവെങ്കിലും സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന അഭിഭാഷകരെ ഏർപ്പെടുത്തി പരിശോധനയിൽ നിന്ന് സാബു ഒഴിവായത് ദുരൂഹത ഉണർത്തിയിരുന്നു. സ്വാമി ശാശ്വതികാനന്ദയുടെ ദുരൂഹമരണം നടന്ന് 13 വർഷം പിന്നിടുമ്പോഴാണ് സന്തത സഹചാരിയായിരുന്ന സാബുവിന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. സ്വാമിയുടെ മരണത്തിന് മുമ്പ് ഒപ്പമുണ്ടായിരുന്നത് സാബുവായിരുന്നു. സാബുവിനെ 2 ദിവസമായി നേരിൽ കാണാൻ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ കഴിഞ്ഞില്ല. വർക്കല ബീച്ചിലെ ഒരു ഹോട്ടലിൽ മാനേജറാണ് സാബു ഇപ്പോൾ. ഹോട്ടലിലും വീട്ടിലും അന്വേഷിച്ചുവെങ്കിലും ഇല്ലെന്നായിരുന്നു മറുപടി. ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സാബുവിന്റെ മറുപടി ഇങ്ങനെ. ഹലോ സാബു ചേട്ടനല്ലേ? സാബു ചേട്ടനല്ലേ? ചേട്ടാ, ഞാൻ ദിനകരാണ്, കൈലി ടിവിയുടെ റിപ്പോർട്ടറാണ്. സോറി, ഞാൻ തിരക്കിലാണ്. ആണോ? വണ്ടി പോയി. സാബു ചേട്ടനല്ലേ? കേസിൽ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയെ സമീപിച്ച് സാബു നുണപരിശോധനയിൽ നിന്ന് ഒഴിവായി. ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന അഭിഭാഷകരെ എത്തിച്ചാണ് നുണപരിശോധന ഒഴിവാക്കിയത്. സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്ന സാബുവിന് ലക്ഷങ്ങൾ ആര് നൽകി എന്നത് ദുരൂഹം. സ്വാമി മരിച്ച ഉടൻ തന്നെ ആലുവയിലെ സംഭവസ്ഥലത്ത് നിന്ന് സാബു മാറിയതും സംശയമുണർത്തിയിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനായിരുന്നു ഇതെന്നാണ് ആക്ഷേപം. സ്വാമിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സാബു കടത്തിയതായും ആരോപണമുണ്ട്. അതേസമയം സ്വാമിയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന ആക്ഷേപമുയർന്ന പ്രിയൻ 2 ദിവസമായി അപ്രത്യക്ഷനാണ്. എറണാകുളം പള്ളുരുത്തിയിലെ വീട് അടഞ്ഞുകിടക്കുകയുമാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി.